ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ബെറ്റർ ഓപ്പണിംഗ് ആണ്. മിക്കവാറും നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനാണ് സാധ്യതകൾ കൂടുതൽ. ഒപ്പം ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഈ ഇൻഡെക്സുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തേക്കാം. ഇന്നലെ റെക്കോർഡ് ഹൈനടുത്താണ് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്കോം മാത്രമാണ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജി സ്റ്റോക്ക്. ബ്രോഡ്കോമിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.88 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഒപ്പം അമേരിക്കയിൽ S&P 500 ഇൻഡെക്സിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പ്രഡിക്ഷൻസ് എല്ലാം തന്നെ അമേരിക്കൻ മാർക്കറ്റിന് പോസിറ്റീവാണ്. JP മോർഗൻ കാണുന്നത് 7400, 8200 ലെവലാണ് S&P 500 ഇൻഡെക്സ് അടുത്ത വർഷം എൻഡ് ചെയ്യുമ്പോൾ. ഒപ്പം ഡ്യൂയിഷ് ബാങ്ക് കാണുന്ന 8000 അടുത്ത വർഷം എൻഡ് ചെയ്യുമ്പോൾ. മോർഗൻ സ്റ്റാൻലി 7800 അടുത്ത വർഷം എൻഡ് ചെയ്യുമ്പോൾ. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ S&P 500 തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. ഇവരെല്ലാവരും പ്രഡിക്റ്റ് ചെയ്യുന്നത് ടെക്നോളജി അതുപോലെ തന്നെ യൂട്ടിലിറ്റി സ്റ്റോക്കുകൾ തന്നെയാണ് വലിയ രീതിയിൽ മുന്നേറുക എന്ന തരത്തിലുള്ള പ്രഡിക്ഷൻസ് ആണ്. ഒപ്പം US ഫെഡിൻ്റെ അടുത്ത ചെയർമാനായിട്ട് ഒരുപക്ഷെ കെവിൻ ഹാസത്ത് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വളരെ ക്ലോസ് അലയായിട്ടുള്ള നാഷണൽ എക്കണോമിക് കൗൺസിലിൻ്റെ ഡയറക്ടറെ നോമിനേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. മെയ് 2026 ജെറോം പവലിൻ്റെ കാലാവധി എൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ട്രംപ് പറയുന്ന രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് നിന്നുകൊടുക്കുന്ന പുതിയ US ഫെഡിൻ്റെ ചെയർമാൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഇത്തരത്തിൽ ഇദ്ദേഹമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും എമർജിങ് എക്കോണമികൾക്കും അതുപോലെ തന്നെ ഗോൾഡിനൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളിൽ നിന്നും മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ റെക്കോർഡ് ഹൈസ് ആണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സിനൊക്കെ ഇന്ന് തീർച്ചയായിട്ടും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് നമ്മുടെ Q2 GDP ഡാറ്റ വരുന്നത്. GDP ഡാറ്റ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതും മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏഷ്യാന ഹൗസിംഗ് പോസിറ്റീവ് റിപ്പോർട്ടുകളുണ്ട്. നല്ല രീതിയിൽ ഒരു പക്ഷേ ലോങ് റണ്ണിൽ മുന്നേറിയേക്കാം. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്, ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട്, AMC 4 പുതിയ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും കൂടി പുറത്തിറക്കാണ്. 2 ഇക്വിറ്റി ഓറിയൻറ്റഡ് അതുപോലെ തന്നെ 2 ഡെറ്റ് ഓറിയൻറ്റഡ് സ്കീമുകളാണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ Paytm RBI അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ട് ആക്ട് ചെയ്യാനായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. Q4 സ്റ്റീൽ കമ്പനികൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കും. Q3 റിസൾട്ടുകളും അതുപോലെ തന്നെ Q4 റിസൾട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡിമാൻഡാണ് സ്റ്റീലിനുള്ളത്. നല്ല രീതിയിലുള്ള ഇമ്പോർട്ടും നടക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള സെയിൽസ് ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അപ്പോൾ സെയിൽ, ടാറ്റ സ്റ്റീല്, JSW സ്റ്റീല്, ജിൻഡ സ്റ്റീല്, JSL ലിമിറ്റഡ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ഏഷ്യൻ പെയിൻറ്റ്സ് അവരുടെ സെക്കൻഡ് മാനുഫാക്ചറിങ് പ്ലാന്റ് UAE സ്റ്റാർട്ട് ചെയ്യാണ്. 340 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. MNB എഞ്ചിനീയറിംഗ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രീ എഞ്ചിനീയേർഡ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. US കസ്റ്റമറുടെ അടുത്ത് നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 67.12 കോടി രൂപയുടെ ഓർഡറാണ്. പോസിറ്റീവ് ന്യൂസാണ്. പട്ടേൽ എഞ്ചിനീയറിംഗ് 2 ലെറ്റർ ഓഫ് ഇൻറ്റൻസ് ലഭിച്ചിട്ടുണ്ട്. വാല്യുവേഷൻ വരുന്നത് അറൗണ്ട് 799 കോടി രൂപയാണ്. പട്ടേൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. M&M 2 SUVകൾ ഫോർമുല E തീംഡ് SUVs ആണ്. തീർച്ചയായിട്ടും M&Mനെ സംബന്ധിച്ച് ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഇത്തരത്തിൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഫോർമുല തീംഡ് ഇലക്ട്രിക് SUVs ലോഞ്ച് ചെയ്യുന്നത്. M&M അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയേക്കാം. NACL ഇൻഡസ്ട്രീസ് December 1 ബോർഡ് മീറ്റിംഗ് ആണ്. റൈറ്റ്സ് ഇഷ്യൂ, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾക്കുള്ള ഫണ്ട് റേസിങ്ങിനാണ്. റീസെൻ്റായിട്ട് മുരുകപ്പ ഗ്രൂപ്പ് അക്വയർ ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഇൻഡോടെക് ട്രാൻസ്ഫോമേഴ്സ്
91.3 കോടി രൂപ വരെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് US-ലത്തെ ഡിജിറ്റൽ റിയാലിറ്റി ലിമിറ്റഡ് $11 ബില്യൺ ആണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ റിലയൻസിൻ്റെ ഡാറ്റാ സെൻറ്ററിന് വേണ്ടിയാണ്. 400 ഏക്കർ സ്ഥലത്താണ് 2030 ആകുമ്പോഴേക്കും ഈ ഡാറ്റാ സെൻറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും റിലയൻസിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. തെർമാക്സിന് 580 കോടി രൂപ വരെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി ബോയിലേഴ്സും അസോസിയേറ്റഡ് സിസ്റ്റംസിനൊക്കെ വേണ്ടിയാണ്. നൈജീരിയയിൽ നിന്നാണ് തെർമാക്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ട്രാൻസ്ഫർ സൈൻ ചെയ്തിട്ട് ഡിഫൻസ് ആയിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫറുകൾ പാരാസ് ഡിഫൻസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. ധാരാളം ഡിഫൻസ് ഓർഡേഴ്സ് ലഭിക്കാൻ സാധ്യതയുള്ള ടെക്നോളജി ട്രാൻസ്ഫർ കൂടിയാണ്. അപ്പോൾ ലോങ് റണ്ണിൽ പാരാസ് ഡിഫൻസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബയേഴ്സ് തന്നെയാണ് 4778.03 crore വർത്ത് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 6247.93 crore വർത്ത് സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബയേഴ്സ് തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പൊതുവേ ഗ്ലോബലിയുള്ള വിശ്വാസം ഇന്ത്യൻ മാർക്കറ്റ് ഇൻസുലേറ്റഡ് ആണ്. റിലേറ്റഡ് ബബിൾ ഉണ്ടായാൽ പോലും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഇന്ത്യയാണെന്നാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മറ്റ് അനലിസ്റ്റുകളുടെയൊക്കെ വിലയിരുത്തലുകൾ. തീർച്ചയായിട്ടും ഇതും പോസിറ്റീവാണ്. ഇനി നാളെ ഓപ്പൺ ചെയ്യുന്ന BSE SME IPO ഉണ്ട്. തീർച്ചയായിട്ടും ഈ IPO നല്ലൊരു IPO ആണ്. എക്സാറ്റോ ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. 140 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. കസ്റ്റമർ എക്സ്പീരിയൻസ് ആസ് എ സർവീസ്, അതായത് CXaaS, AI ആസ് എ സർവീസ്, കസ്റ്റമർ എൻഗേജ്മെൻറ്റിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. 150 ക്ലയൻസുകളുണ്ട്. മേജറായിട്ടുള്ള ക്ലയൻറ്റുകൾ നോക്കുകയാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ RBL ബാങ്ക് ഉണ്ട്, IKS ഉണ്ട്, ഇത്തരത്തിലുള്ള മേജർ കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാറ്റോ ടെക്നോളജീസ് നല്ലൊരു IPO ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അപ്പോൾ BSE SME IPOയിൽ റിസ്ക് എടുത്ത് അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന ഒരു IPO ആണ് നാളെ ആരംഭിക്കുന്ന എക്സാറ്റോ ടെക്നോളജീസ്. 140 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇതൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റുള്ള ന്യൂസ്. ഇനി നമ്മൾ കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെയും ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. നല്ല വൊളാറ്റിലിറ്റിയൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം സിൽവർ നല്ല രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ $53.15 പെർ ഔൺസിനാണ് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $4156 പെർ ഔൺസിനാണ്. അപ്പോൾ 2 കമോഡിറ്റികൾ വീണ്ടും ബുള്ളിഷ് ബയാസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മറ്റൊരു കമോഡിറ്റി ഇന്നലെ മുന്നേറിയിട്ടുള്ളത് കോപ്പറാണ്. കോപ്പറും നല്ല രീതിയിൽ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സിങ്ക് മുന്നേറിയിട്ടുണ്ട്. എല്ലാ കമോഡിറ്റികളും ഇന്നലെ മുന്നേറിയിട്ടുണ്ടെന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. 89.19 രൂപ പെർ ഡോളറാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും അത്തരത്തിലുള്ള ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഗോൾഡ് ETFകളിലേക്കുള്ള ഇൻഫ്ലോസ്, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്ക് ബൈയിങ് ഈ ക്വാർട്ടറിൽ, അതായത് ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വലിയ രീതിയിലാണ് സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാങ്ങിക്കൂട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അറൗണ്ട് 300 ടണ്ണോളം ഗോൾഡ് ഒരു പക്ഷേ ഈ ക്വാർട്ടറിൽ ഈ 3 മാസമായിട്ട് സെൻട്രൽ ബാങ്കുകൾ വാങ്ങിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ് ഗോൾഡിനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ UK അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഇൻഡിവിജ്വൽ സേവിങ്സ് അക്കൗണ്ടിൽ 20,000 പൗണ്ട് വരെ ടാക്സ് ഫ്രീ ആയിട്ട് UK സിറ്റിസൺസിന് ഹോൾഡ് ചെയ്യാം. ആ ലിമിറ്റ് 12,000 പൗണ്ടായിട്ട് കുറച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവാണ് ഗോൾഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ. UK ടോട്ടൽ അറൗണ്ട് 300 ബില്യൺ പൗണ്ടാണ് UK
ഇന്ത്യയിലത്തെ ഇൻഡിവിജ്വൽ സിറ്റിസൺസ് അവരുടെ സേവിങ്സ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നത്, അതായത് അറൗണ്ട് $400 ബില്യൺ. ഇതിൽ നല്ലൊരു ശതമാനം ഇക്വിറ്റി മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ ഗോൾഡിലേക്കൊക്കെ ഫ്ലോ ചെയ്യുന്നതാണ് പറയുന്നത്. UK ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എക്സംഷൻ ഉണ്ട് ഗോൾഡ് കോയിൻസ്, അതുപോലെ തന്നെ സിൽവർ കോയിൻസ്, പ്ലാറ്റിനം കോയിൻസിനൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കോയിൻസിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം ഫ്ലോ ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ UK ബഡ്ജറ്റ് ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. സിൽവറിനെ സംബന്ധിച്ചും പ്ലാറ്റിനത്തിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഗോൾഡിൽ വീണ്ടും പോസിറ്റീവ് ബയാസ് തന്നെയാണ്. ഡിസംബറോട് കൂടിയിട്ട് ഗോൾഡ് ഒരു പക്ഷേ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തേക്കാം. Q1 2026 തീർച്ചയായിട്ടും ഗോൾഡ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഓവറോൾ ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന മറ്റു റിപ്പോർട്ടുകളും പോസിറ്റീവ് തന്നെയാണ്. ഗോൾഡ്മാൻ സാക്സ് റീസെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് ഒരു പക്ഷേ അവർ മുമ്പ് പ്രഡിക്റ്റ് ചെയ്ത $5,000 പെർ ഔൺസ് 2026 ഡിസംബറോട് കൂടി ക്രോസ് ചെയ്തേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ETF ഇൻഫ്ലോ കൂടുക, അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകൾ വീണ്ടും വലിയ രീതിയിൽ ഗോൾഡ് ബൈ ചെയ്യുക, US ഫെഡ് വലിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് അവർ മേജറായിട്ട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ കോപ്പറിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവ് തന്നെ. അപ്പോൾ നമുക്ക് കമോഡിറ്റി മാർക്കറ്റിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിങ്, അതുപോലെ തന്നെ റെക്കോർഡ് ഹൈസൊക്കെയാണ് നിഫ്റ്റി, സെൻസസ്, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇൻഡെക്സുകൾക്കെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ സിൽവറും നല്ല രീതിയിൽ മുന്നേറിയേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.